ഇത് അതുപോലെ സെന്റർ കട്ട് ചെയ്തിട്ട് അപ്പൊ സ്ട്രെയിറ്റ് മാത്രമല്ല സൈഡിക്കും ചെയ്യാൻ പറ്റും. എത്ര നാളെത്തണം? അതല്ല ഇതുമ്മ ഇങ്ങനെ ഇപ്പൊ ചെയ്ത പ്ലാവ് ചെയ്ത പോലെ പറ്റില്ല. ഞാൻ പറയട്ടെ കേട്ടോ, ഈ ബോഗൻവില്ല നട്ടിട്ട് എത്ര നാളെത്തുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ? ബോഗൻവില്ല നട്ടിട്ട് ഇതേപോലെ ബ്രാഞ്ചുകൾ വരില്ലേ, അതിന്റെ ഇത്ര മൂക്കണം എന്നില്ല, ഒരു ടെമ്പർ കിട്ടിയാൽ മതി നമുക്ക് ചെയ്യാനൊരു കുഞ്ഞു ടെമ്പർ. അപ്പൊ അതിനനുസരിച്ച് നമ്മള് കമ്പ് ഇതിന് മുകളം ഇതേപോലെ പറയില്ലേ പൊടിപ്പ് പുറത്തേക്ക് വരാണ്ട് ഈ നോഡുകളിലത്തെ പൊടിപ്പുകളെ നോക്കിയിട്ട് ഇതിന്റെ കമ്പ് സെലക്ട് ചെയ്യാം. ഈ നോഡിലൊക്കെ ഓരോ ഉണ്ട്, അതായത് ഇതടുത്ത് വിരിയാനാണ്. അതുപോലെ ഇതിനടുത്ത ഓരോ നോടുമ്പോ ഓരോ മുകുളങ്ങളുണ്ട്. ഇതിപ്പോ കൊറേ നാളെ ഞങ്ങൾ കവർ മാറ്റാറായി. ഇപ്പൊ മുറുകുത് ടൈറ്റ് ആയിട്ട് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തു. അപ്പൊ നമ്മളൊന്ന് ബ്ലേഡ് കൊണ്ട് വരഞ്ഞു കൊടുക്കാം. മാവ് തന്നെ ഇപ്പൊ മാവ് ഇവിടത്തൊക്കെ നമ്മൾ പുറത്ത് തഴിച്ചു, അല്ലെങ്കിൽ അവിടെ കെട്ടിൽ വെച്ച് മുറിഞ്ഞു പോകും. ടൈറ്റ് ആവുമ്പോ ഒരു മാസമൊക്കെ കഴിയുമ്പോ തുറച്ചു വരും. ഇത് കനം കുറവായത് വേഗം. മറ്റേതായാലും മാവായാലും ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇതായിട്ട് വരും ടൈറ്റ്. ഇതിന് കവർ ഇടുമ്പോ സിപ്പ കവർ ഇടുമ്പോ സിപ്പപ്പിനെ കെട്ടണം. കവർ കെട്ടണം ഇപ്പൊ ഇങ്ങനെ വെച്ച്. വേണ്ട ഇതിന് ഇതിനൊന്നുമില്ലല്ലോ, തനി ഡ്രൈ ആണത്. അപ്പൊ നമ്മൾ ഇതിന് ഇങ്ങനെ ഇത്ര കിട്ടുമ്പോ ഇതിന് അതിനുള്ള ഇതില്ല, അപ്പൊ നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോ ഇതിന് പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കും. മേലെ ഒടിഞ്ഞു വരുന്നതല്ല, അതിൽ തന്നെ കുഴിഞ്ഞു വീഴും. കൂടുമ്പോ ആൾക്ക് ഇത് ജസ്റ്റ് മതി. ഇതിന് സമയം എടുക്കുകയാണ്. ഇതിനനുസരിച്ചുള്ളത് ഇതിന് കെട്ടണം. ഇവിടെ ഇങ്ങനെ കവർ പിടിച്ച് കെട്ടണം. തണലത്തല്ല പുറത്തു വെക്കി. ഇതിന് ഞങ്ങളിത് പുറത്തും വെച്ച് ചെയ്യും. മാവിനെന്ന് വെച്ചാൽ കമ്പ് വ്യത്യാസമുണ്ട്. ഇതിന്റെ കമ്പ് കണ്ട ഭയങ്കര ടെമ്പർ ടൈപ്പ് കമ്പാണ്. ഇതിലും മഴ പെയ്യ എന്തെങ്കിലും കിട്ടിയാൽ ചീച്ചിൽ വേഗം ബാധിക്കും. ഇങ്ങനെയല്ല ഈ കമ്പിന്റെ പ്രത്യേകത. ഓരോ തൈക്കും ഇതിന് കവർ ഇട്ടിട്ട് എപ്പോഴാണ് നമ്മൾ കവർ വരുന്നത്. ഇതേപോലെ തന്നെ പൊടിപ്പ് കാണാം. രണ്ടാഴ്ചക്കുള്ളിലൊക്കെ പൊടിപ്പ് വരും. ഇല കളഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യണം. ഇല കളഞ്ഞിട്ട് അപ്പൊ ഇല പൊട്ടി ഇല പശി നമ്മൾ എപ്പോഴും പിന്നെ മാവിന് എടുക്കില്ലേ, ഒരിക്കലും ഇങ്ങനെ അട്ടർത്തി ഉരിഞ്ഞു കളയരുത്. ഇതേപോലെ നോടിന്റെ വെച്ചിട്ട് കത്തിയോണ്ട് കളയാൻ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള മുകളം ഓൾറെഡി ഇങ്ങനെ ഉരിയനോട് കൂട്ടിട്ട് ആളും പൊട്ടിപ്പോകും. ചെയ്യുമ്പോ ശരിയാവില്ല. ഇത് അതുപോലെ സെന്റർ കട്ട് ചെയ്തിട്ട് അപ്പൊ സ്ട്രെയിറ്റ് മാത്രമല്ല സൈഡിക്കും ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഇതില് 10 കട്ടിങ്സ് കുത്തിയത്. ബോഗൻവില്ലയുടെ ബെഡ്